ഏതായാലും 1990 സ്വാശ്രയ കോളേജ് സമരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഈ സ്വാശ്രയ കോളേജുകൾ ആരംഭിക്കുന്നതിന് DYFI നടത്തിയ സമരം കൂത്തുപറമ്പിൽ വെടിവയ്പ്പിലെത്തി 5 പേർ വെടിയേറ്റ് മരിച്ചു. അതിൽ പങ്കെടുത്ത പുഷ്പനും വെടിയേറ്റു. ഒരുപക്ഷെ അന്ന് കിടപ്പിലായ ആളാണ്. അന്തരിച്ച പുഷ്പൻ്റെ മൃതദേഹം ഇപ്പോൾ വിലാപയാത്രയെ കണ്ണൂരിലേക്ക് പ്രവേശിക്കുകയാണ്. പയ്യോളിയിലാണ് ഈ വാഹനം എത്തിയിരിക്കുന്നത്. വഴിയിലുടനീളം പ്രവർത്തകർ പുഷ്പന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പയ്യോളിയിൽ നിന്നും സമീർ സി മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. സമീർ, ഒരുപാട് പ്രവർത്തകർ അന്ത്യയാത്രാമൊഴി ചൊല്ലാൻ അവിടെ എത്തിയിട്ടുണ്ട്. വിപ്ലവ അഭിവാദ്യങ്ങൾ അവർ നേർന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? എത്തിയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിലാപയാത്രയായിക്കൊണ്ട് 8 മണിയോടുകൂടിയാണ് ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഈ വിലാപയാത്ര ആരംഭിച്ചത്. അവിടെ നിന്ന് വിവിധ ഇടങ്ങളിലായിക്കൊണ്ട് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. ഇപ്പോൾ എലത്തൂരും പൂക്കോടും അതുപോലെ തന്നെ കൊയിലാണ്ടിയും പിന്നിട്ട് നന്ദിയും പിന്നിട്ട് ഇപ്പോൾ പയ്യോളിയിൽ എത്തിയിരിക്കുകയാണ്. പയ്യോളി ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്താണ് ഇപ്പോൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായിക്കൊണ്ട് നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി വിവിധ ഇടങ്ങളിൽ അതുപോലെ തന്നെ വടകരയിലും അതുപോലെ തന്നെ നാദാപുരം റോഡ്, മാഹി, ഉന്നോൽ എന്നിവിടങ്ങളിലും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും. നിരവധി പേരാണ് പ്രിയപ്പെട്ട സഖാവ് പുഷ്പനെ അന്തിമോപദ്യം അർപ്പിക്കാനായിക്കൊണ്ട് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 94-ലെ സ്വാശ്രയ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കാനുള്ള നീക്കവും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങളും. ആ പ്രതിഷേധത്തിലാണ് കൂത്തുപറമ്പിൽ വെച്ചുകൊണ്ട് സഖാവ് പുഷ്പന് വെടിയേറ്റത്. തലയ്ക്ക് വെടിയേറ്റ് സുഷുമ്നാ നാഡി തളർന്ന് പിന്നീട് 30 വർഷത്തോളമായിക്കൊണ്ട് അദ്ദേഹം കിടപ്പിലായിരുന്നു. വളരെ ത്യാഗോജ്വലമായിട്ടുള്ള സഹനത്തിന്റെ ഒരു പ്രതീകമായിക്കൊണ്ട് അതുപോലെ തന്നെ ഇടത് സമരവേദികളിലെ എക്കാലത്തെയും ഒരു തിളങ്ങുന്ന നക്ഷത്രമായിക്കൊണ്ടാണ് സഖാവ് പുഷ്പൻ ഇക്കാലം അത്രയും ജീവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ വിയോഗമാണ് ഇന്നലെ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വിലാപയാത്ര ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പയ്യോളിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഈ വിലാപയാത്ര തുടരുകയാണ്.